Section 3, Unit 1, Edwardian period. The Edwardian era or Edwardian period of British history spanned from the reign of King Edward VII. എഡ്വേർഡിയൻ ഇറ എന്ന് പറയുന്നത് എഡ്വേർഡ് 7 എന്ന് പറയുന്ന കിങ്ങിൻ്റെ ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ എഡ്വേർഡിയൻ ഇറ എന്ന് പറയുന്നത്. ഈ പീരീഡിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ നോക്കി വെച്ചേക്കണം. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ചോസറിൻ്റെ പീരീഡ് ഏതാണ്, എഡ്വേർഡിയൻ ഇറ ഏതാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. എഡ്വേർഡിയൻ ഇറ എന്ന് പറയുന്നത് 1901 to 1910 ഇതാണ് എഡ്വേർഡിയൻ ഇറയുടെ ഡ്യൂറേഷൻ. The death of Queen Victoria in January 1901 marked the end of the Victorian era. Her son and successor Edward VII ആണ് പിന്നീട് രാജാവായിട്ട് വരുന്നത്. അപ്പോൾ ആർക്ക് ശേഷമാണ് എഡ്വേർഡ് 7 രാജാവായിട്ട് വരുന്നത്? അദ്ദേഹത്തിൻ്റെ മദറായിട്ടുള്ള ക്വീൻ വിക്ടോറിയയുടെ ഡെത്തിന് ശേഷമാണ് എഡ്വേർഡ് 7 കിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ എഡ്വേർഡിയൻ ഇറ ഈസ് പ്രിസീഡഡ് ബൈ വിക്ടോറിയൻ ഇറ ആൻഡ് ഫോളോഡ് ബൈ ഫസ്റ്റ് വേൾഡ് വാർ. വിക്ടോറിയൻ ഇറയ്ക്ക് വിക്ടോറിയൻ ഇറയ്ക്ക് ശേഷമാണ് എഡ്വേർഡിയൻ ഇറ. എഡ്വേർഡിയൻ ഇറയ്ക്ക് എൻഡ് സംഭവിക്കുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് വേൾഡ് വാറോട് കൂടിയാണ് എഡ്വേർഡിയൻ ഇറ അവസാനിക്കുന്നത്. മൊണാർക്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ കിങ് ആണ് എഡ്വേർഡിയൻ ഇറയിൽ ഭരിച്ചിരുന്നത്? എഡ്വേർഡ് 7ഉം ജോർജ് 5ഉമാണ് എഡ്വേർഡിയൻ പീരീഡിൽ രാജാക്കന്മാരായിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടീഷൻസ് നോക്കാം. എന്തൊക്കെ കണ്ടീഷൻസാണ് ഉണ്ടായിരുന്നത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിച്ചതെന്നാണ് നോക്കാൻ പോകുന്നത്. ബിലോ ദ അപ്പർ ക്ലാസ് ദ ഇറ വാസ് മാർക്ക്ഡ് ബൈ സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റ്സ് ഇൻ പൊളിറ്റിക്സിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മാറ്റം ഈ ഒരു കാലഘട്ടത്തിലുണ്ടായി. ദ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ദാറ്റ് ഹാഡ് ലാർജ്ലി ബീൻ എക്സ്ക്ലൂഡഡ് ഫ്രം പവർ സച്ച് ആസ് ലേബറേഴ്സ്, സർവൻസ് ആൻഡ് ദ ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ക്ലാസ് ആർ നൗ ആക്റ്റീവ് ഇൻ പൊളിറ്റിക്സ്. അല്ലേ, ലോ ക്ലാസ് പീപ്പിൾസ്, സാധാരണ വർക്കേഴ്സും ഒന്നും പൊളിറ്റിക്സിൽ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം എഡ്വേർഡിയൻ ഇറ വരെ ഇല്ലായിരുന്നു. മീൻസ് വിക്ടോറിയൻ ഇറയിൽ ഈ പറയുന്ന സാധാരണക്കാർക്ക് പൊളിറ്റിക്സിൽ വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് പങ്കാളിത്തമൊക്കെ തീരെ കുറവായിരുന്നു. എന്നാൽ എഡ്വേർഡിയൻ ഇറ വന്നപ്പോഴോ ഇതിനൊക്കെ മാറ്റം വന്നു. ഇവർക്കൊക്കെ പൊളിറ്റിക്സിൽ പങ്കെടുക്കാനുള്ള അവകാശങ്ങളൊക്കെ കിട്ടി. വുമൺ സ്റ്റാർട്ടഡ് ടു പ്ലേ മോർ ഓഫ് എ റോൾ ഇൻ പൊളിറ്റിക്സ്. അതറിയാലോ, വുമണും പൊളിറ്റിക്സിൽ ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. The Edwardian era was the last period of British history to be named after the reigning monarch. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിങ് എഡ്വേർഡ് 7ൻ്റെ കാലഘട്ടത്തെയാണ് നമ്മൾ എഡ്വേർഡിയൻ പീരീഡ് എന്ന് പറയുന്നത്. ഒരു മൊണാർക്കിൻ്റെ, ഒരു രാജാവിൻ്റെ പേരിൽ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഏറ്റവും അവസാനത്തെ ഒരു കാലഘട്ടമാണ് ഏത്? എഡ്വേർഡിയൻ ഇറ എന്ന് പറയുന്നത്. ഈ എഡ്വേർഡിയൻ ഇറയ്ക്ക് ശേഷം ജോർജ് 5 അങ്ങനെ ഒരു കുറേ കിങ്സ് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു പീരീഡിനെ ജോർജിയൻ പീരീഡ് എന്നൊന്നും പറയാറില്ല. അപ്പോൾ ഒരു മൊണാർക്കിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും അവസാനത്തെ ഒരു കാലഘട്ടം ഏതാണ്? ദ എഡ്വേർഡിയൻ ഇറയാണ്. There was a growing political awareness among the working class, leading to a rise in trade unions, the labor movement, and demands for better working conditions. അല്ലേ, പൊളിറ്റിക്സ് ആൾക്കാരുടെ ഇടയിൽ വളരാൻ തുടങ്ങിയതോടുകൂടി തീർച്ചയായിട്ടും അവരവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് പ്രവർത്തിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ട്രേഡ് യൂണിയൻസും ലേബർ മൂവ്മെൻറ്റ്സും വർക്കേഴ്സൊക്കെ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസും വേജസും ഒക്കെ കിട്ടാനായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. ദ അരിസ്റ്റോക്രസി റിമൈൻഡ് ഇൻ കൺട്രോൾ ഓഫ് ടോപ്പ് ഗവൺമെൻറ് ഓഫീസസ്. എന്തൊക്കെയാണെങ്കിലും ഇപ്പോഴും ഗവൺമെൻറ് ഓഫീസസിലൊക്കെ ജോലി നോക്കിയിരുന്നത് ആരാണ്? അരിസ്റ്റോക്രാറ്റ് ക്ലാസ് ആണ് അപ്പോഴും ഗവൺമെൻറ് ഓഫീസസിലൊക്കെ ജോലി ചെയ്തിരുന്നത്. ഉയർന്ന കുടുംബങ്ങളിൽ ജീവിക്കുന്ന കുടുംബങ്ങളിലുള്ള ആൾക്കാരാണ് അപ്പോഴും ഗവൺമെൻറ് ജോലി നോക്കിയിരുന്നത് ആരാണ്? അവർ മാത്രമാണ്. സാധാരണക്കാർക്ക് അപ്പോഴും ഗവൺമെൻറ് ജോലിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവകാശം ഇല്ലായിരുന്നു. The Conservatives at the time called Unionist was the dominant political party from the 1890s until 1906. കൺസർവേറ്റീവ്സ് അല്ലെങ്കിൽ ദ യൂണിയനിസ്റ്റ് എന്ന് പറയുന്നതായിരുന്നു എഡ്വേർഡിയൻ പീരീഡിലെ പൊളിറ്റിക്കൽ പാർട്ടി. ദ ഗവൺമെൻറ് എൻറ്റേർഡ് ദ സെക്കൻഡ് ബോർ വാർ. സെക്കൻഡ് ബോർ വാറിൽ
പങ്കാളി ആയി. ഏത് എഡ്വേർഡിയൻ പീരീഡിൽ ദ ഗവൺമെൻറ് എൻഡേർഡ് ദ സെക്കൻഡ് ബോർ വാർ. Social change and improved health. By the late 1880s, the Industrial Revolution had created new technologies that changed the way people lived. 1880s ആയപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരികയും ന്യൂ ടെക്നോളജീസ് വരിക എന്ന് പറഞ്ഞാൽ മെഷീൻസും അങ്ങനെയൊക്കെ കുറേ പുരോഗമനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റി, ആൾക്കാരുടെ ജീവിത രീതി മാറി. ദ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രി ഷിഫ്റ്റ്സ് ഇൻ മാനുഫാക്ചറിങ് ഫാക്ടറീസ്, സ്പെഷ്യൽ പർപ്പസ് മെഷീനറീസ് ആൻഡ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് വിച്ച് ലെഡ് ടു ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ ഹിസ്റ്ററിയിലും ഒക്കെ നമ്മൾ സ്കൂളിൽ മുതലേ പഠിച്ചു വരുന്നൊരു കാര്യമാണ് അല്ലേ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു, ആൾക്കാരുടെ ജീവിത രീതി മാറി, പുതിയ മെഷീൻസും ഫാക്ടറീസും ടെക്നോളജിക്കൽ ഇന്നോവേഷൻസും ഒക്കെ സംഭവിച്ചപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങൾ മാറി, ജോലി സ്ഥലത്തെ സാഹചര്യങ്ങൾ മാറി അല്ലേ. പ്രൊഡക്ടിവിറ്റി കൂടും, ആൾക്കാരുടെ വരുമാനം കൂടും അല്ലേ. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോട് കൂടി സംഭവിക്കും. Gender roles shifted as women made use of the new technology to upgrade their lifestyle and their career opportunities. ജെൻഡർ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമൺസ് പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യാൻ തുടങ്ങി. എവിടെ, വീട്ടിലാകട്ടെ പുറത്താകട്ടെ അല്ലേ. പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ടെക്നോളജീസ് ലൈക്ക് ഈ പറയുന്ന പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ വുമൺസ് ഇപ്പോൾ അവർക്ക് പറ്റുന്ന ജോലികളുണ്ടല്ലോ, അതിലേക്കൊക്കെ ജോലി കണ്ടെത്താനായിട്ട് വുമൺസും തുടങ്ങി. മോർട്ടാലിറ്റി ഡിക്ലൈൻ സ്റ്റഡ്ലി ഇൻ അർബൻ ഇംഗ്ലണ്ട്. മോർട്ടാലിറ്റി റേറ്റ് അറിയാലോ, ഡെത്ത് റേറ്റ് അല്ലേ. The statistical data show that increases in the incomes of households and increases in town tax revenues helped cause the decline of mortality. മോർട്ടാലിറ്റി റേറ്റ് ഒരുപാട് കുറഞ്ഞു. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് എന്താണ്, ജോലി സാഹചര്യങ്ങൾ കൂടുമ്പോൾ വരുമാനം കൂടുകയും വരുമാനം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ വീട്ടിലുള്ള ആൾക്കാർ ബെറ്റർ ആയിട്ടുള്ള ചികിത്സകൾ തേടും. അങ്ങനെ മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു. പിന്നെ കൂടാതെ തന്നെ ഗവൺമെൻറ് ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പം സർക്കാരിനും വരുമാനം കൂടും അല്ലേ. ഗവൺമെൻറ്റിന് വരുമാനം കൂടുമ്പോൾ അവർ ബെറ്റർ ഹോസ്പിറ്റൽസൊക്കെ ബിൽഡ് ചെയ്ത് കാണും, ബെറ്റർ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് സാധാരണ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് കാണും. അങ്ങനെ മൊത്തത്തിൽ എന്ത് പറ്റി, മോർട്ടാലിറ്റി റേറ്റ് ഡിക്രീസായി. The inventions of the typewriter, telephone and new filing systems offered middle-class women increased employment opportunities. ഈ ഒരു പോയിന്റ് നമ്മൾ നേരത്തെ വന്നൊരു പോയിന്റ് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. പുതിയ ടെക്നോളജീസ് ഒക്കെ വരുമ്പോൾ വുമൺസിന് പറ്റുന്ന ജോലികളുണ്ടല്ലോ, ഈ പറയുന്ന പോലെ ടൈപ്പ് റൈറ്റിംഗ് വർക്ക് ആകട്ടെ, പിന്നെ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ അതുപോലെയൊക്കെയുള്ള ജോലികളില്ലേ, അതുപോലെയൊക്കെയുള്ള ജോലികൾ വുമൺസിന് കൂടുതൽ പറ്റുന്ന ഒരു ജോലികളാകുമ്പോൾ അവരൊക്കെ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ, ജോലി അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കാൻ സ്ത്രീകളും വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. The rapid expansion of the school system and the emergence of the new profession of nursing അല്ലേ. സ്കൂൾ സിസ്റ്റം, റാപ്പിഡ് എക്സ്പാൻഷൻ ഓഫ് സ്കൂൾ സിസ്റ്റം വരുമ്പോൾ സ്കൂളുകളിൽ നിന്ന് ഇവർക്ക് കൂടുതൽ വിദ്യാഭ്യാസം സ്ത്രീകൾ നേടുകയും, അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചിങ് ഫീൽഡിലാണെങ്കിൽ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുകയും, അല്ലെങ്കിൽ നഴ്സിംഗ് പ്രൊഫഷൻ ആവട്ടെ, നഴ്സിംഗ് പ്രൊഫഷനിലും സ്ത്രീകൾക്ക് കൂടുതൽ താല്പര്യമുള്ളൊരു പ്രൊഫഷനാണ് അല്ലേ. അങ്ങനെ നഴ്സിംഗ് പ്രൊഫഷൻ വരുമ്പോഴും ഒക്കെ സ്ത്രീകൾക്ക് എന്താണ്, എംപ്ലോയ്മെൻറ്റ് നേടാനുള്ള എംപ്ലോയിഡ് ആകാനുള്ളൊരു സാഹചര്യം സ്ത്രീകൾക്ക് കൂടി. എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് led to demands for female roles in the rapidly expanding world of sports. മൊത്തത്തിൽ ലോകത്തിലെമ്പാടും എന്താണ്, സ്ത്രീകൾ മുന്നിട്ട് വരാൻ തുടങ്ങി. Women were very active in church affairs, including attendance at services, Sunday school teaching, fundraising, pastoral care, social work, and support for international missionary activities. ചർച്ചിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും സ്ത്രീകൾ മുന്നിട്ടിറങ്ങാൻ തുടങ്ങി. എഡ്വേർഡിയൻ പീരീഡ് വരെ പുരുഷന്മാരാണ് ചർച്ചിലെ കാര്യങ്ങൾ പോലും ചെയ്തിരുന്നത്. പക്ഷേ എഡ്വേർഡിയൻ പീരീഡ് വന്നപ്പോഴോ സൺഡേ സ്കൂളിൽ ടീച്ചിങ്, പിന്നെ വർക്ക് മീൻസ് സൺഡേ സ്കൂൾ ടീച്ചിങ്, പിന്നെ ചർച്ചിൻ്റെ ഫണ്ട് കണ്ടെത്തുക, അങ്ങനെയുള്ള പിന്നെ സോഷ്യൽ വർക്ക്, ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട മിഷണറി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു ചർച്ചിൽ നടക്കുന്ന എല്ലാ ജോലികളും സ്ത്രീകളും കൂടെ ഏറ്റെടുത്ത് നടത്താനായിട്ട് തുടങ്ങി. They were almost completely excluded from practically all leadership. പക്ഷേ അപ്പോഴും എന്താണ് നയിച്ചിരുന്നത് അപ്പോഴും പുരുഷന്മാരാണ്. എന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ ഒരു വർക്കുകളിൽ പങ്കെടുക്കാൻ സ്ത്രീകൾ തുടങ്ങിയത് ഏത് പീരീഡിലാണ്, എഡ്വേർഡിയൻ പീരീഡിലാണ്. As middle class women rose in status, they increasingly supported demands for a political voice.
തീർച്ചയായിട്ടും ഇവർ ജോലി മേടിക്കുകയും മുന്നിട്ട് വരികയൊക്കെ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്തു, പൊളിറ്റിക്സിലും അവർ പങ്കാളികളാകാൻ തുടങ്ങി. There was significant support for women suffrage in all the parties. അല്ലേ, സ്ത്രീകളായിട്ടുള്ള നേതാക്കന്മാർ മുന്നിട്ട് വരാനായിട്ട് എല്ലാ പാർട്ടികളും അവരെ എൻകറേജ് ചെയ്തു, അല്ലേ, അവരുടെ പങ്കാളിത്തം എല്ലാ പാർട്ടികളും പ്രോത്സാഹിപ്പിച്ചു. The period is characterized by its own unique architectural style, fashion and lifestyle. Art Nouveau had a particularly strong influence. ആർട്ടൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്തു എഡ്വേർഡിയൻ പീരീഡിൽ. ആർട്ട് നോവ്യൂ എന്ന് പറയുന്നൊരു പ്രത്യേകതരം ആർട്ടിസ്റ്റിക് സ്റ്റൈലാണ്. എന്ന് പറഞ്ഞാൽ സെറാമിക്സിലും മെറ്റൽസിലും ഒക്കെ ആർട്ടിസ്റ്റിക് വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഏത് ആർട്ട് നോവ്യൂ എന്ന് പറയുന്നത്. ഈ ആർട്ട് നോവ്യൂ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിക് വർക്കാണ് എഡ്വേർഡിയൻ പീരീഡിൽ ഫേമസ് ആയിട്ട് നിന്നത്. Artists were influenced by the development of the automobile and electricity and a greater awareness of human rights. ആർട്ടിസ്റ്റ് ആണെങ്കിലും അവരുടെ വർക്കുകളിൽ ഇതിൻ്റെയൊക്കെ മാറ്റം അവരുടെ വർക്കുകളിലും റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. The Edwardian era stands out as a time of peace and prosperity. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എഡ്വേർഡിയൻ പീരീഡ് എന്താണ്, പീസിൻ്റെയും പ്രോസ്പെറിറ്റിയുടെയൊക്കെ നല്ലൊരു കാലഘട്ടമായിരുന്നു. There were no severe depressions and prosperity was widespread. അല്ലേ, ഭയങ്കരമായ തകർച്ചകളൊന്നും നേരിടാത്തൊരു നല്ലൊരു കാലഘട്ടമാണ് എഡ്വേർഡിയൻ പീരീഡ്. ലണ്ടൻ വാസ് ദ ഫിനാൻഷ്യൽ സെൻറ്റർ ഓഫ് ദ വേൾഡ്. ലണ്ടൻ ഫിനാൻഷ്യൽ പരമായിട്ട് ഒരുപാട് ഉയർന്നു നിന്നൊരു കാലഘട്ടമാണ് ഏത്, എഡ്വേർഡിയൻ പീരീഡ്. In 1907, Triple Entity Association between Great Britain, France and Prussia, the nucleus of the Allied powers in World War I, was formed. ഈ ട്രിപ്പിൾ എൻറ്റിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും റഷ്യയൊക്കെ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒക്കെ ഒരു സമയത്ത് ഫോം ചെയ്ത ഒരു അസോസിയേഷനാണ് അലൈഡ് പവേഴ്സിൻ്റെ, അല്ലേ. അത് 1907 ഈ എഡ്വേർഡിയൻ പീരീഡിലാണ് ഫോം ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലിറ്ററേച്ചറിനെ പറ്റിയാണ്. ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, കാരണം നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണ്, നമ്മുടെ ഫോക്കസ് കൂടുതൽ ഇതിലായിരിക്കുമല്ലോ. ഇൻ ഫിക്ഷൻ സം ഓഫ് ദ ബെസ്റ്റ് നോൺ നെയിംസ് ആണ്. ഫിക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നെയിംസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വീണ്ടും പറയുകയാണ്, ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇതിൽ ഏതൊക്കെ റൈറ്റേഴ്സാണ് എഡ്വേർഡിയൻ പീരീഡിലുള്ളത്, അല്ലെങ്കിൽ ഇതിലെ ഏതൊക്കെ റൈറ്റേഴ്സാണ് എഡ്വേർഡിയൻ പീരീഡിൽ ഇല്ലാത്തത് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുള്ളൊരു ഏരിയ ആണ്. നമുക്ക് നോക്കാം. Arnold Bennett, G.K. Chesterton, Arthur Conan Doyle, Joseph Conrad, E.M. Forster, Rudyard Kipling, ജോർജ് ബെർണാഡ് ഷോ, H.G. വെൽസ്, അല്ലേ. ഇതൊക്കെയാണ് എഡ്വേർഡിയൻ പീരീഡിൽ ഫേമസ് ആയിട്ടിരുന്ന റൈറ്റേഴ്സ്. Apart from these famous writers, this was a period when a great number of novels and short stories were being published. ഇത് കൂടാതെ ഒരുപാട് നോവൽസും ഷോർട്ട് സ്റ്റോറീസും ഒക്കെ എഡ്വേർഡിയൻ പീരീഡിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. A significant distinction between highbrow literature and popular fiction emerged. ഈ ഹൈബ്രോ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, ഭയങ്കര വലിയ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റൊക്കെ എടുത്ത് അധിക ഡിക്ഷനൊക്കെ ആഡ് ചെയ്തിട്ട് എഴുതുന്ന ഒരു തരം ലിറ്ററേച്ചറാണ് ഈ ഹൈബ്രോ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. വിക്ടോറിയൻ ഇറയിൽ കോമൺ ആയിട്ട് നിന്നത് ഈ ഹൈബ്രോ ലിറ്ററേച്ചറാണ്. അതിനൊരു മാറ്റം വന്ന് നമ്മുടെ കോമൺ പീപ്പിളിൻ്റെ പോപ്പുലർ ഫിക്ഷൻ എന്ന് പറയുന്നത് കോമൺ പീപ്പിളിൻ്റെ നമുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ള സാധാരണക്കാരുടെ ജീവിതമൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സാധാരണ ഫിക്ഷൻ എമേർജ് ചെയ്തത് ഏത് പീരീഡിലാണ്, എഡ്വേർഡിയൻ പീരീഡിലാണ്. Among the most famous works of literary criticism was A.Z. Bradley's Shakespearean Tragedy. A.Z. ബ്രാഡ്ലിയുടെ ഷേക്സ്പീരിയൻ ട്രാജഡിയാണ് ലിറ്റററി ക്രിറ്റിസിസത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക്. 1904 പബ്ലിഷ് ചെയ്ത A.Z. ബ്രാഡ്ലിയുടെ ഷേക്സ്പീരിയൻ ട്രാജഡി. താങ്ക് യു.